ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഐക്യത്തോടെയും കെട്ടുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന അന്തരീക്ഷം എല്ലാം രൂപപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പെല്ലാം വളരെ സജീവമായിട്ടാണ്. നേരത്തെ തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പോലെ ഏത് സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് വെച്ചാലും നടത്തിയാലും അതിനോട് നേരിടാനുള്ള സജ്ജമായ സംവിധാനത്തോടെയാണ് മുന്നണി പാർട്ടി പോകും തീരുമാനിച്ചു. അപ്പോൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേവികുളം മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായി സഖാവ് എ രാജ മത്സരിക്കും. രാജയെ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് എല്ലാവിധ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 2011 മുതൽ 16 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഫലം സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനം പാലിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചിരുന്ന കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടായിരുന്നു. അതിലൊന്ന് ഏറ്റവും പ്രധാനമായും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മൂന്നാർ മേഖലയിൽ ജനത അനുഭവിക്കുന്ന ദുരന്തത്തിന് പരിഹാരം ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടി 65 കോടി അനുവദിച്ചു. അതിനുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മേഖലയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം വർദ്ധിച്ചു വരുന്ന പ്രദേശത്ത് ഇവിടെ ട്രാഫിക് പ്രശ്നങ്ങൾ ഇതായിരുന്നു. അതിനൊരു ഫ്ലൈ ഓവർ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് ഇന്നലെ പ്രത്യേകമായ ക്യാബിനറ്റ് ചേർന്നതിന് പ്രത്യേകമായ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രശ്നം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന സങ്കീർണമായ ഭൂപ്രശ്നങ്ങളാണ്. കോൺഗ്രസ് നേതൃത്വം 2010 കോടതി വിധിയിലൂടെ വാങ്ങിയെടുത്ത ആ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി എല്ലാ വിഷയവും പരിഹരിച്ചു. അപ്പോൾ നല്ല ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെട്ടു. നല്ല ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത്. തീർച്ചയായും വലിയ ഭൂരിപക്ഷത്തോടു കൂടി, വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ രാജിവെക്കും. ഉടുമ്പൻചോല മണ്ഡലത്തിൽ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയചന്ദ്ര സഹാണ് മത്സരിക്കുന്നത്. അവിടെ ജയചന്ദ്രസാവ് 18 വർഷക്കാർ 3 ടേം MLA ആയിരുന്നു. ഇതുപോലെ പ്രശംസനീയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള അംഗീകാരത്തോടെയാണ് ജയചന്ദ്രസാവ് അവിടെ മത്സരിക്കുന്നത്. ജയചന്ദ്രസാവ് നല്ല ഭൂരിപക്ഷം ഉപയോഗിക്കും. കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിനാണ്. ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഈ മുന്നണിയുടെ ഏറ്റവും 3ാമത് മന്ത്രി എന്ന രൂപത്തിൽ നന്നായി പ്രവർത്തനം നടത്തിയ ആളാണ്. CPI-യുടെ സ്ഥാനാർത്ഥിയാണ് അവർ പ്രഖ്യാപിക്കപ്പെട്ട ഔദ്യോഗികമായി സലിംകുമാറിനെ പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ള പ്രവർത്തകന്മാർക്ക് യാതൊരുവിധ അനിശ്ചിതത്വമില്ലാതെ നാളെ മുതൽ ഇന്നയാളാണ് സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കാം. അതനുസരിച്ച് പ്രവർത്തനത്തേക്ക് മുന്നോട്ട് പോകാം. ഈ ജനങ്ങളിലേക്ക് പ്രചാരണ പരിപാടികൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രചാരണ പരിപാടി ഇപ്പോൾ ഇന്ന് നാളെയുമായി എല്ലാ പ്രദേശത്തും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള റോഡ് ഷോയും പോലെ തന്നെ കടകളും സ്ഥാപനങ്ങളെല്ലാം കയറും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ഡല കൺവെൻഷനിലേക്ക് മാറും. മണ്ഡല കൺവെൻഷൻ, മേഖലാ കൺവെൻഷന്, ബൂത്ത് കൺവെൻഷൻ, പിന്നെ സ്വാഭാവികമായും ഭവന സന്ദർശനം ആ രൂപത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകും. ഇതവണ ജില്ലയിൽ 4 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതിനൊന്നും ഒരു തർക്കവും വേണ്ട. ഈ 4 മണ്ഡലം ഞങ്ങൾ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. തൊടുപുഴയിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ UDF-നകത്ത് ഇപ്പോഴും അനിശ്ചിതത്വമാണ്. ആരാണ് എവിടെയാണ് സ്ഥാനാർത്ഥിയല്ലോ. തൊടുപുഴ UDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിൻ്റെ ഭാഗമായി അവിടെയും നല്ല മുന്നേറ്റം ഉണ്ടാകും. ഇത്തവണ ജില്ലയിൽ അതും ചരിത്രം ആവർത്തിക്കും.